ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ റൈസ് വെച്ചിട്ട് അടിപൊളി ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീം അല്ലെങ്കിൽ ബ്രൈറ്റനിങ് ക്രീം തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ പച്ചരി വൈറ്റ് റൈസ് എടുക്കുക, അത് നല്ലതുപോലെ സോക്ക് ചെയ്യുക. ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ പ്രിപ്പയർ ചെയ്താലും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ നമുക്കത് കുതിർത്ത് വയ്ക്കുക വെള്ളത്തിലിട്ട്. എന്നിട്ടത് നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുക്കുക. നല്ലതുപോലെ നല്ല ക്രീം പോലെ നല്ലതുപോലെ വെന്ത് കിട്ടുന്നവരെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം തന്നെ, വേറെ വെള്ളം മാറ്റി ഒഴിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ. എന്നിട്ട് അത് നമ്മൾ റോസ് വാട്ടർ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് അതിനെ നമ്മളൊരു നല്ലതുപോലൊരു ഇതിലേക്ക് അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുക. ഇതിൽ ചെറിയ തരി ഉണ്ടാവും. കറക്റ്റ് ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അരിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്യുക. റോസ് വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയുക, റോസ് വാട്ടർ, അലോവേര ജെല്ല്, ഒന്നുകിൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ അപ്ലൈ ചെയ്യുക. ഞാനാണെങ്കിൽ ആൽമണ്ട് ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അലോവേര ജെല്ല് നമ്മുടെ സ്കിന്നിനെ ഫ്രഷ് ആക്കി വെക്കുന്നു, പോഴ്സിനെ ടൈറ്റൻ ചെയ്യുന്നു, അതുപോലെ തന്നെ പിമ്പിൾസ്, റെഡ്നെസ് കുറയ്ക്കുന്നു, നാച്ചുറൽ ഗ്ലോ ലഭിക്കുന്നു. അലോവേര ജെല്ലാണെങ്കിലും അതുപോലെ സ്കിന്നിന് ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ റൈസിൻ്റെ കാര്യം നിങ്ങൾ പറയണ്ടല്ലോ, സ്കിൻ ബ്രൈറ്റൻ ആക്കാനും ടാൻ കുറയ്ക്കാനും പോഴ്സ് ടൈറ്റൻ ചെയ്യാനും ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് റൈസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹൈഡ്രേഷൻ തരുന്നുണ്ട്. അതുപോലെ ആൽമണ്ട് ഓയിൽ പറയുകയാണെങ്കിൽ മോയ്സ്ചർ തരുന്നുണ്ട്, ഡ്രൈനെസ് മാറ്റുന്നുണ്ട്, നാച്ചുറൽ ഗ്ലോ തരുന്നുണ്ട്, പിന്നെ എന്താ പറയുക, സ്കിൻ നറിഷ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സമ്മർ സീസണിൽ നമുക്ക് അടിപൊളി ഒരു ക്രീമാണ് ഇത്. നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ക്രീമാക്കിയതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും ഫേസിൽ നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കാം, ഒരു കുഴപ്പവുമില്ല. ഇത് അടിപൊളി ക്രീമാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 5 ദിവസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇത് പ്രിപ്പയർ ചെയ്യണം. ഇത് അടിപൊളി ഒരു ക്രീമാണ്. ഞാനിപ്പോൾ 5 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തിടുന്നത്. നല്ല റിസൾട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സുകളും ഹെയർ കെയർ ടിപ്സുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.